ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റോസി ജി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പുലാവിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ പുലാവ് ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് ബാസ്മതി റൈസാണ്. ഇത് ഏകദേശം 250 ഗ്രാമുണ്ട്. ഇതിനെ 3 വെള്ളത്തിൽ കഴുകിയിട്ട് അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുവേണ്ടി നമ്മളിവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കറുവാപ്പട്ട, ഏലക്കായ, ഗ്രാമ്പു ഇതൊക്കെ ഇട്ട് തിളച്ചതിന് ശേഷം അരമണിക്കൂർ കുതിർത്ത് വെച്ചിരിക്കുന്ന ബാസ്മതി റൈസും ഇതിനകത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഉപ്പും 1/2 നാരങ്ങയുടെ നീരും ഒഴിച്ചു കൊടുക്കാം. ഇതിന് ഏകദേശം 10 മിനിറ്റിൻ്റെ വേവുണ്ടാവും. നമ്മൾ പകുതി ഭാഗം മാത്രമേ ഇത് വേവിക്കുന്നുള്ളൂ. ഇവിടെ ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളുടെ ചോറ് പകുതി വെന്തിട്ടുമുണ്ട്. നമുക്കിതിനെ കോരി മാറ്റാം. ഇതെല്ലാം ഇവിടെ കോരി മാറ്റിയതിന് ശേഷം നമുക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. ആ പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. അതിലേക്ക് 2 സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് ഗോൾഡൻ കളർ ആകുന്ന റോസ്റ്റ് ചെയ്യാം. അതിലേക്ക് 2 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഞാനിവിടെ ചതച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിതിൻ്റെ പേസ്റ്റും ചേർക്കാവുന്നതാണ്. അതിനെ നല്ലതുപോലെ ഒന്ന് റോസ്റ്റാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പുലാവ് മസാല, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ശകലം ഗരം മസാലപ്പൊടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇതിൻ്റെ പച്ചമണം മാറത്തക്ക വിധം ഒന്ന് ഇതിനെ ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഇവിടെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾ ഇട്ട് കൊടുക്കാം. ഗാജറും ബീൻസുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ മട്ടർ ഇട്ട് കൊടുക്കാം. പിന്നെ കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കവും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഞാനിവിടെ 100 ഗ്രാം വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് പച്ചക്കറി വേണമെങ്കിലും ഇതിനകത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. പൊട്ടറ്റോ ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. പക്ഷെ ഞാൻ ഇതിനകത്ത് പൊട്ടറ്റോ ഇട്ടിട്ടില്ല. ബാക്കിയൊക്കെ വെജിറ്റബിളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 തക്കാളി കട്ട് ചെയ്ത് കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. പച്ചക്കറിയൊക്കെ നമുക്ക് ശകലം ഒന്ന് വേവിക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇതിനെ 5 മിനിറ്റ് ഒന്ന് സ്ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിക്കണം. ഇതിപ്പോൾ നമുക്ക് വെജിറ്റബിളൊക്കെ പകുതി വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഈ വെന്ത് വെച്ചിരിക്കുന്ന ബാസ്മതി റൈസ് കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനെ 5 മിനിറ്റ് സ്ലോ ഫ്ലെയിമിലൊന്ന് അടച്ച് വെച്ച് കൊടുക്കണം. നെയ്യെല്ലാം ഉരുകി താഴെ ചെന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പം നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈല് പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് 4 പേർക്ക് കഴിക്കാവുന്ന അളവിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. മല്ലിയില ഇട്ട് നമുക്ക് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം. ഞാനിവിടെ സലാഡിൻ്റെ കൂടെയും അച്ചാറിൻ്റെയും കൂടിയാണ് ഞാനിവിടെ കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരും വരെ ബൈ.